ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഈസ്റ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞങ്ങൾ പാഴാക്കാറില്ല. അതിപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും രാവിലെ എഴുന്നേറ്റതേ വൈകുന്നേരം ഉണ്ടാക്കാനുള്ള വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൊളിച്ച് കിട്ടത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിരുന്നു കേട്ടോ കുക്കിങ്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് പ്രോൺസ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതും ഷാൻ ജിയോ ചേട്ടൻ്റെ ചാനൽ നോക്കിയിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് താണ്ടി നമ്മുടെ ബിരിയാണിയുടെ ദം പൊട്ടിച്ചു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നോക്കി ഉണ്ടാക്കിയത് ഷാൻ ജിയോ ചേട്ടൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അജയ് ചേട്ടനും അവയും പോയി കിടന്നുറങ്ങി. ഈ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു പസിൽ സോൾവ് ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു 1.5 പസിലായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു പസിൽ പൂർത്തിയാക്കിയത്. ആദ്യം കാണിച്ച പസിലായിരുന്നു ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തേത് അവളും. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വട്ടയപ്പവും അതുപോലെ തന്നെ നല്ല പനീർ ഉണ്ടയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം അവിടെ